രാഷ്ട്രീയമായിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നതിന് പകരം നിയമപരമായിട്ട് തന്നെ വ്യാഖ്യാനിക്കണമെന്നാണ് പാർട്ടിയുടെ ആഗ്രഹം. കാരണം ഇതിനകത്ത് രാഷ്ട്രീയം നമുക്ക് കൂട്ടിക്കലർത്തണമെന്ന് ആഗ്രഹമില്ല. ഇത് നിയമപരമായിട്ട് തന്നെ ഇതിനെ നേരിടും. നിയമപരമായിട്ട് തന്നെ പാർട്ടി ഇതിനെ കൈകാര്യം ചെയ്യും. ശ്രീ ബാലശങ്കർ, ഈ വെങ്കടേഷ് രാമകൃഷ്ണൻ, സെബാസ്റ്റ്യൻ പോളൊക്കെ പറയുന്നത് പോലെ ഇന്ത്യയുടെ മതേതരത്തിന് വലിയ മുറിവായിരുന്നു ബാബറി മസ്ജിദ് തകർച്ച. അത് മറ്റൊരു വിഷയമാണ്, അത് പിന്നീട് വേറെ അർത്ഥത്തിൽ ചർച്ച ചെയ്യാം. പക്ഷേ ആ ഒരു സുപ്രധാനപ്പെട്ട കേസിൽ നീണ്ട 25 വർഷങ്ങൾ വേണ്ടി വന്നു. ഈ കേസിലെ പ്രതികൾ യഥാർത്ഥത്തിൽ ആരൊക്കെയാണ് വിചാരണ നേരിടേണ്ടത്? 25 വർഷങ്ങൾ നേരിടേണ്ടി വന്നു എന്ന് പറയുമ്പോൾ നിയമവ്യവസ്ഥയ്ക്ക് സാരമായ എന്തോ തകരാറുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ശ്രീ സെബാസ്റ്റ്യൻ പോൾ. യോജിക്കുന്നുണ്ടോ ശ്രീ ബാലശങ്കർ? അല്ല, നിയമവ്യവസ്ഥയെക്കുറിച്ച് ഞാൻ പറയില്ല. പക്ഷേ ആ സമയത്ത് ഈ ഭരണത്തിലുണ്ടായിരുന്ന കക്ഷികളെ UPA പോലുള്ള സർക്കാരിൻ്റെ ഘടകകക്ഷികൾ ഉണ്ടായിരുന്നു. അവരാരും വേണ്ട രീതിയിൽ ഒരു കക്ഷിയിലെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു കാണത്തില്ല. അതുകൊണ്ടാണ്. കാരണം നമ്മുടെ സർക്കാരുള്ള സമയത്ത് ഒരു തരത്തിലും നമ്മൾ നിയമവ്യവസ്ഥയിൽ കൈകടത്താനുള്ള ശ്രമം നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായ രീതിയിൽ ഇതിനെക്കുറിച്ചൊരു പ്രതികരണം ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ബാലശങ്കർ, ഇത്തരത്തിൽ കീഴ്ക്കോടതികൾ തെളിവുകളല്ല പരിഗണിച്ചത്, സാങ്കേതിക കാരണങ്ങൾ മാത്രമായിരുന്നു. സാങ്കേതിക കാരണങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത്ര സുപ്രധാനമായ കേസിൽ നിന്ന് പ്രധാന വകുപ്പായ ഗൂഢാലോചന കുറ്റത്തിൽ നിന്നും ഇവരെ കുറ്റമുക്തരാക്കാൻ കീഴ്ക്കോടതികൾക്ക് കഴിയുക? അതിൽ അത്ഭുതം കൂറുകയായിരുന്നു, അതിശയം കൂറുകയായിരുന്നു സുപ്രീം കോടതി. ശ്രീ ബാലശങ്കർ, അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ നിയമവ്യവസ്ഥയെ തീർച്ചയായിട്ടും മാനിക്കുന്നു. നിയമത്തിന്റെ ഒരു കാര്യത്തിലും രാഷ്ട്രീയമായിട്ട് ഇടപെടുന്നതിന് നമ്മൾ എതിരാണ്. ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിയമത്തെ പൂർണ്ണമായിട്ട് മാനിച്ചുകൊണ്ട് കോടതികളുടെ അധികാര പരിധിയിൽ കൈകടത്താതെ തന്നെ രാഷ്ട്രീയമായിട്ട് ഒരു തരത്തിലും ഇതിലിടപെടാതെ തന്നെ നമ്മൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ശ്രീ പി രാജീവ് തുടർന്നു. ശ്രീ പി രാജീവ്, 25 വർഷങ്ങൾക്ക് മുൻപുള്ള കേസാണ്. ഇത്രമേൽ 183ഓളം സാക്ഷികളെ വീണ്ടും വിസ്തരിക്കേണ്ടി വരും. സ്വാഭാവികമായും പ്രായമുള്ള പ്രതികളുമാണ്. വളരെ പെട്ടെന്ന് ഈ കേസിൽ ഒരു തീരുമാനമുണ്ടാകും എന്ന അമിത പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ടതുണ്ടോ ശ്രീ പി രാജീവ്? വിനയ തുടരുന്നുണ്ട്. വിനയ, സുപ്രീം കോടതി ഈ കേസിൽ ഇനി മുന്നോട്ട് പോകേണ്ടതായി സമയക്രമം വെച്ചുവല്ലോ. ശ്രീ പി രാജീവ്, കേൾക്കാമോ? ബാബരി മസ്ജിദ് തകർത്ത സംഭവത്തിൽ BJP മുതിർന്ന നേതാവ് LK അദ്വാനി, മുരളി മനോഹർ ജോഷിയും വിചാരണ നേരിടണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർണായകമായ ഉത്തരവ്. അദ്വാനിക്കും ജോഷിക്കും ഉമാഭാരതിക്കുമെതിരെ ഗൂഢാലോചന കുറ്റം നിലനിർത്തണം എന്ന കാര്യത്തിൽ സുപ്രീം കോടതി നിർദ്ദേശമുണ്ടായിരിക്കുന്നു. നേരത്തെ കീഴ്ക്കോടതികൾ ഇവർക്കെതിരെയുള്ള ഗൂഢാലോചന കുറ്റം ഒഴിവാക്കിയിരുന്നു. സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് കീഴ്ക്കോടതികൾ അദ്വാനി അടക്കമുള്ളവരുടെ കുറ്റം ഒഴിവാക്കിയ നടപടിയിൽ സുപ്രീം കോടതി നേരത്തെ കേസ് പരിഗണിക്കുന്ന വാദം കേൾക്കുന്ന ഘട്ടത്തിൽ തന്നെ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ചാർജ് ഒഴിവാക്കിയത് അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത്. അതിന് അനുസൃതമായ വിധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഗൂഢാലോചന കേസിൽ അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി, വിനയ് കത്യാർ, കല്യാൺ സിംഗ് എന്നിവർ വിചാരണ നേരിടണമെന്നാണ് ഇപ്പോൾ ഇന്നത്തെ നിർണായകമായ ഉത്തരവിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഗൂഢാലോചനക്കേറ്റും കസേവർക്കെതിരായ കേസും ഒരേപോലെ ഒന്നായി പരിഗണിക്കണമെന്ന ഏറ്റവും സുപ്രധാനമായ നിർദ്ദേശവും സുപ്രീം കോടതി നൽകുന്നു. വിനയ ചേരുന്നു. വിനയ, സുപ്രീം കോടതി ഈ കേസിൽ ഇന്ന് മുന്നോട്ട് വെച്ച സമയക്രമം ഏതു രീതിയിലാണ്? ഇടവേളകളില്ലാതെ വാദം നടത്തി 2 വർഷത്തിനുള്ളിൽ കേസിലെ വിചാരണ പൂർത്തിയാക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കേസ് പരിഗണിക്കുന്ന ജഡ്ജിന് സ്ഥലം മാറ്റം നൽകാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശവും കോടതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേസ് ഒരു കാരണവശാലും മാറ്റിവെക്കാൻ പാടില്ല. ഒഴിവാക്കാൻ പറ്റാത്ത പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് കേസ് മാറ്റിവെക്കേണ്ടത്. അല്ലാതെ ഒരു കാരണവശാലും കേസ് പരിഗണിക്കുന്നത് ആരുടെയെങ്കിലും അപേക്ഷ പരിഗണിച്ചുകൊണ്ട് മാറ്റിവെക്കാൻ പാടില്ല എന്നുള്ള കാര്യവും കോടതി ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ബാബറി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ LK അദ്വാനി ഉൾപ്പെടെയുള്ള 13 പ്രതികൾക്കെതിരായ ഗൂഢാലോചന കുറ്റം വീണ്ടും അവർക്കെതിരെ ചുമത്താൻ വേണ്ടി ലക്നൌവിലെ CBI പ്രത്യേക കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ MP രാജേഷ് ചേരുകയാണ്. ശ്രീ MP രാജേഷ്, 25 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കേസിൽ ആരൊക്കെയാണ് വിചാരണ നേരിടേണ്ടത് എന്ന കാര്യത്തിൽ സുപ്രീം കോടതി വ്യക്തത വരുത്തുന്നു. 183-ലധികം സാക്ഷികൾ ഇനി വിസ്തരിക്കേണ്ടതുണ്ട്. 2 വർഷത്തിനുള്ളിൽ കേസ് പരിഗണിച്ച് തീർപ്പാക്കണം എന്ന് സുപ്രീം കോടതി ഇന്ന് നൽകിയ സമയക്രമം പാലിക്കപ്പെടും എന്ന വിശ്വാസം താങ്കൾക്കുണ്ടോ ശ്രീ രാജേഷ്? അത് സർക്കാർ CBI ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന സമീപനത്തെ ആശ്രയിച്ചിരിക്കും. CBIക്കും സർക്കാരിനും ഈ കേസ്
അന്തിമമായിട്ട് തീർപ്പാക്കണമെന്ന കാര്യത്തിൽ താല്പര്യമുണ്ട് എന്ന് കരുതാൻ ന്യായമില്ല. ഇപ്പോൾ CBI ഇത്തരമൊരു നിലപാട് കോടതിയിൽ സ്വീകരിച്ചതിന്റെ പിന്നിൽ പല രാഷ്ട്രീയ താല്പര്യങ്ങളും, പ്രത്യേകിച്ച് BJPക്കകത്തെയും സംഘപരിവാറിനകത്തെയും ആഭ്യന്തര രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന ശക്തമായിട്ടുള്ള വാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതെന്ത് തന്നെയായിരുന്നാലും അതിപ്പോ എന്തോ ആവട്ടെ, ആ ആഭ്യന്തര രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിലാണെങ്കിലും CBI ഇപ്പോൾ ഒരു നിലപാട് സ്വീകരിച്ചത് വഴി 25 കൊല്ലമായിട്ട് നടപ്പാകാതിരുന്ന നീതി അല്പമെങ്കിലും നടപ്പാവുന്നതിന് അദ്വാനിയുടെ ഗൂഢാലോചനയിലെ പങ്കാളിത്തം തൽക്കാലമെങ്കിലും ഒന്ന് അംഗീകരിപ്പിച്ചു കിട്ടുന്നതിന് അത് സഹായകരമായിട്ടുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. ഇവിടെ താല്പര്യം വളരെ വ്യക്തമായിട്ടുള്ളതാണ്. അദ്വാനിയെ വെട്ടിയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത്. ഇപ്പോൾ അദ്വാനിയുടെ പേര് ശക്തമായിട്ട് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുന്നുണ്ട്. അദ്വാനിയെ പോലെ ഒരു ശത്രു രാഷ്ട്രപതി സ്ഥാനത്തിരിക്കുന്നതിന് നരേന്ദ്രമോദി ഒട്ടും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കാൻ ഇപ്പോൾ CBIയെ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ന്യായമായ ഒരു കേസിൽ CBIയെ ഉപയോഗിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്.